السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽ ബയാൻ ദർസ് അംഗങ്ങളെ, അപ്പോൾ ഹദീസിലെ 24-ാമത്തെ ഹദീസാണ് ഇനി നമുക്ക് പറയാനുള്ളത്. عن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل أنه قال. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസാണ് പറയാൻ പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഹദീസുകളായിരിക്കും ഉണ്ടാവുക. അല്ലാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ദുൽമ ചെയ്യൽ ഞാൻ എൻ്റെ ശരീരത്തിന് മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ജനങ്ങളോട് ദുൽമ ചെയ്യൂല, അക്രമം ചെയ്യുകയില്ല. ജനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ ഹക്കുകളും അത് കൃത്യമായി ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ ദുൽമ ചെയ്യുന്നില്ല. വജഅൽതുഹു ബൈനക്കും മുഹറമൻ, ഈ ദുൽമ ചെയ്യാന്നുള്ളത് ഞാൻ ഏതായാലും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കും അത് ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങളും ദുൽമ ചെയ്യരുത്. ഫലാ തുലാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത്. ഏതൊരാളാണെങ്കിലും, ഭരണാധികാരിയാണെങ്കിൽ തൻ്റെ പ്രജകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഏതൊരു നേതാവാണെങ്കിലും തൻ്റെ അനുയായികൾക്ക് മുമ്പിൽ അക്രമം കാണിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോട് സുഹൃത്തിനോടൊന്നും അക്രമം കാണിക്കരുത്. യാ ഇബാദി, അള്ളാഹു വീണ്ടും പറയുന്നു, യാ ഇബാദി, അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും വഴിപിഴച്ച് പോവേണ്ടതായിരുന്നു. ഇല്ലാമൻ ഹദൈതുഹു, ഞാൻ ഹിദായത്തിലേക്ക് ആക്കിയവരല്ലാതെ എല്ലാവരും വഴിപിഴച്ച് പോവേണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേവലം ആലോചിച്ചതുകൊണ്ട്, ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹു ഉണ്ടാകുമെന്നും ഇസ്ലാം മതം സത്യമാണ് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വരാനും ആ ഇസ്ലാം പുൽകാനുമുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അത്രത്തോളം സാധ്യതയില്ല. നേരെ മറിച്ച് അള്ളാഹു നമ്മുടെ ഹിദായത്തിലേക്കാക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഇസ്ലാമായി. ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യരെല്ലാവരും വഴിപിഴച്ച് പോവേണ്ടതായിരുന്നു. പക്ഷേ അള്ളാഹു എന്ത് നമ്മളെ ഹിദായത്തിലേക്കാക്കി. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ നിങ്ങൾ ചോദിക്കുക, അഹ്ദിക്കും, ഞാൻ ഹിദായത്തിലേക്ക് ആക്കിത്തരാം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഈ ഇസ്ലാമിൽ തന്നെ നിലനിർത്താനും ഇസ്ലാമിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ നേർവഴിയിൽ തന്നെ സഞ്ചരിക്കാനൊക്കെ വേണ്ടി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്ന് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഈ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്നതിൽ നിനക്ക് സർവ്വസ്തുതിയും, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഹിദായത്ത് സിദ്ധിക്കുമായിരുന്നില്ല, ഹിദായത്തിലേക്ക് വരുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു പറയുന്നത്, മനുഷ്യരെ നിങ്ങളെല്ലാവരും വഴിപിഴച്ച് പോവേണ്ടവരായിരുന്നു. ഞാൻ നിങ്ങളെ വഴി നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളെ വഴി നടത്തിയത് കൊണ്ട്, നേരായ വഴിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹിദായത്തിനെ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ഹിദായത്തിലേക്കാക്കും. യാ ഇബാദി, ഓ അടിമകളെ, കുല്ലുക്കും ജായിയും, നിങ്ങളെല്ലാവരും വിശന്നവരാണ്. ഇല്ലാമിൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവരല്ലാതെ. എന്നാൽ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി വിശക്കുന്നവനാണ്. അവർക്ക് ഭക്ഷണം, അള്ളാഹു ഭക്ഷണം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വിശക്കുന്നവരാണ്. എന്നും നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഈ വിശപ്പിനെ വില അറിയാത്തത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കിട്ടാത്ത ഫലസ്തീനിലെ അല്ലെങ്കിൽ സോമാലിയയിലേക്ക് എന്ത് ആളുകളെ, കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ അടിസ്ഥാനപരമായിട്ട് അവർ വിശന്ന് ജീവിക്കുന്നവരാണ്. ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയണം, ജനങ്ങളെ, നിങ്ങളെല്ലാവരും എന്താണ് വിശന്ന് നിൽക്കുന്നവരാണ്, വിശപ്പ് അനുഭവിക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവരല്ലാതെ. അപ്പോൾ അള്ളാഹു ഭക്ഷണം നൽകിയത് കൊണ്ട് മാത്രം നമ്മുടെ വിശപ്പൊക്കെ മാറുന്നു എന്ന്. അപ്പോൾ അള്ളാഹു പറയാണ്, ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. ഭക്ഷണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവെ, നിൻ്റെ റിസ്ക്കിൽ നിന്നും നിൻ്റെ ഭക്ഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകണമേ എന്നൊക്കെ ദുആ ചെയ്യുക. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നൽകുക. യാ ഇബാദി, അള്ളാഹു വീണ്ടും പറയുന്നു, ഓ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാമൻ കസൗതുഹു, നിങ്ങളെല്ലാവരും നഗ്നരാകുന്നു, വസ്ത്രമില്ലാത്തവരാകുന്നു. ഇല്ലാമൻ കസൗതുഹു, ഞാൻ വസ്ത്രം നൽകിയവരല്ലാതെ. അപ്പം ഞാൻ നിങ്ങളെ ഉടുപ്പിച്ചത് കൊണ്ടും നിങ്ങൾക്ക് വസ്ത്രം നൽകിയത് കൊണ്ടുമാകുന്നു നിങ്ങൾക്ക് വസ്ത്രമുള്ളത്. അത് നബി അലൈഹി ഇസ്ലാം ഹവാ ബീവിയൊക്കെ
സ്വർഗത്തിൽ നിന്ന് ആ ഒരു പഴം, വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചപ്പോൾ അവർ വസ്ത്രമൊക്കെ എന്ത് ചെയ്തു പോയി, വിവസ്ത്രരായി, നഗ്നരായി എന്ന്. കാരണം അള്ളാഹു അപ്പോൾ വസ്ത്രം കൊടുത്തില്ല. മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും വസ്ത്രം ഉണ്ടാവില്ല എന്ന്. കാരണം അള്ളാഹുവിടുന്ന് വസ്ത്രം കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വസ്ത്രം ഇട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു നമുക്ക് വസ്ത്രം നൽകിയത് കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ വസ്ത്രം നൽകിയവരല്ലാതെ നിങ്ങളെല്ലാവരും നഗ്നരാകുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങൾ നല്ല വസ്ത്രത്തെ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകും. വസ്ത്രത്തെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ അള്ളാഹുവേ നമുക്ക് ആ ഭക്ഷണവും നമുക്ക് വസ്ത്രവും പാർപ്പിടവും ഒക്കെ അള്ളാഹുവെ നീ നൽകണമേ, നീ അല്ലാതെ വേറെ നൽകാനില്ല എന്ന് പറയണം എന്ന് ദുആ ചെയ്യുമ്പോൾ. യാ ഇബാദി, ഈ അടിമകളെ അള്ളാഹു വീണ്ടും പറയുകയാണേ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാപ്പകലുകൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്. രാത്രി തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, പകലുകൾ തെറ്റ് ചെയ്യുന്നവരുണ്ടാകും. വാനഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു തരും നിങ്ങൾക്ക്. അതുകൊണ്ട് വസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പൊറുക്കൽ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. തെറ്റ് ചെയ്യുന്നവരുണ്ടാവും. മനുഷ്യ സഹജമായി സ്വാഭാവികമായി തെറ്റുകൾ വന്നേക്കാം. അള്ളാഹു തന്നെ പറയാണ്, രാവും പകലുമായി പല സമയങ്ങളിൽ തെറ്റുകൾ വന്നേക്കാം. പക്ഷേ നിങ്ങൾ എന്നോട് പൊറുക്കലിന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അള്ളാഹു പറയുന്നു. യാ ഇബാദി, അള്ളാഹു വീണ്ടും പറയുന്നു, ഇന്നക്കും ലൻ തബൽഗൂ ദുർരി ഫതദുറൂനി, നിങ്ങൾക്കൊരിക്കലും എന്നെ ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയുകയില്ല. നമുക്കെന്തെങ്കിലും അപകടം ഉണ്ടായി, എന്തെങ്കിലും പ്രയാസം ഉണ്ടായി എന്നൊക്കെ നമ്മളത് അനുഭവിക്കുക എന്നല്ലാതെ, അത് സഹിക്കുക എന്നല്ലാതെ നമുക്ക് തിരിച്ച് അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. തിരിച്ച് അള്ളാഹുവിനോട് നമുക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അതേപോലെ അള്ളാഹുവിനോട് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്കൊരു സന്തോഷം ഉണ്ടായി നിൽക്കാം, അള്ളാഹ്ക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കണം തിരിച്ച്. അങ്ങനെ അള്ളാഹുവിനെ ഉപകാരം ചെയ്യാനും, ஆனால் അള്ളാഹുവിനെ ഉപദ്രവിക്കാനോ അള്ളാഹുവിനെ ഉപകാരം ചെയ്തു കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹു നമുക്ക് ചെയ്യുന്നത് നമ്മൾ ഏറ്റുവാങ്ങുക എന്ന് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ഇബാദി വീണ്ടും പറയുന്നു, ലോ അന്ന അവലക്കും വാഹിറക്കും ഇൻസക്കും ജിന്നക്കും കാനും അല അത്തക്കാ കൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ എന്ന് പറഞ്ഞ ഉദ്ദേശം, നിങ്ങളിൽ നിന്നുള്ള ആദ്യത്തവനും അവസാനത്തവനും കുട്ടികളും വലിയവരും എല്ലാവരും ലോകത്ത് ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഏറ്റവും നല്ല തഖ്വയുള്ള ആളായി നിൽക്കുക. ലോകത്തിലെ ജനങ്ങളെല്ലാവരും നല്ല തഖ്വയുള്ള മനുഷ്യന്മാരായി നിൽക്കുക. എന്നാലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അതൊന്നും കൂടുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ ദറജയിൽ, അള്ളാഹുവിൻ്റെ ആ ഉന്നതിയിൽ 1% പോലും അത് കൂടുന്നില്ല. ലോകത്തെ ജനങ്ങൾ മുഴുവൻ മുസ്ലിമായി എല്ലാവരും തഖ്വയുള്ളവരായി നിൽക്കുക. എന്നാലും അള്ളാഹുവിൻ്റെ ഒരു ദർജയിൽ ഒരു കൂട്ടൽ കൂടുതലില്ല. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നു, യാ ഇബാദി ലോ അന്ന അവലക്കും വാഹിറക്കും ഇൻസക്കും ജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഏറ്റവും വലിയ തെറ്റുകാരായി നിൽക്കുക. എല്ലാ മനുഷ്യന്മാരും ഫുൾ തെമ്മാടികളായി തെറ്റുകാരായി നിൽക്കുക. എന്നാലോ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്നോ അള്ളാഹുവിൻ്റെ മഹോന്നതിയിൽ നിന്നോ ഒരു പടി അല്ലെങ്കിൽ 1% പോലും താഴുകയുമില്ല. അപ്പം ജനങ്ങളോട് അള്ളാഹു നല്ലതാവാൻ, നിസ്കരിക്കാൻ, നോമ്പ് പോൽക്കാൻ പറഞ്ഞത് അള്ളാഹുവിന് എന്ത് ചെയ്യുന്നത്, ഉഷാറാവാൻ, അള്ളാഹുവിൻ്റെ ദർജ കൂടാനോ അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി, അള്ളാഹു അധിഷ്ഠാനത്തിൽ നമുക്ക് സ്വർഗവും ആഖിറത്തിൽ കൂലിയും നൽകാൻ വേണ്ടിയിട്ടാണ്. തെറ്റുകൾ ചെയ്താൽ അള്ളാഹുവിനൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ നല്ല ലോകത്ത് എല്ലാവരും തെറ്റ് ചെയ്യുന്നൊക്കെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് മുഴുവൻ ഒന്നടങ്കം തെറ്റുകൾ ചെയ്തു, ഒരു സമൂഹം ഒന്നടങ്കം തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിനൊന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ ഭവിഷ്യത്ത് ഉണ്ടാവുന്നത് ജനങ്ങൾക്ക് തന്നെയായിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. വീണ്ടും അള്ളാഹു പറയുന്നു, യാ ഇബാദി ലോ അന്ന അവലക്കും വാഹിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതീതു കുല്ല വാഹിദിൻ മസ്അലതുഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത്തു ഇദാ ഉദ്ഖിലൽ ബഹർ. ലോകത്തിലെ എല്ലാ ജനങ്ങളും, ഇനി പോട്ടെ മരിച്ചു പോയ ആളുകളും ഇനി ജനിക്കാൻ പോയ ആളുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, എല്ലാവരും കോടാനക്കോടി ആളുകൾ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാ ആളുകളും അവനക്ക് ആവശ്യമില്ലെന്ന് ചോദിച്ചു. ഓരോരുത്തരും മോൾക്ക് ആവശ്യമില്ല ചോദിച്ചു. ഓരോരുത്തരും എന്ത് ചെയ്യാം, ഇത്ര സെൻറ്റ്, എത്ര ഏക്കർ ഭൂമി വേണം, ഇത്ര തട്ടിൽ വീട് വേണം, ഇത്ര കാറ്, ബെഞ്ച് കാറ് വേണം, വലിയ വലിയ കാറ് വേണം, വലിയ സൗകര്യങ്ങൾ വേണം, എല്ലാം ദുനിയാവിൽ കിട്ടാൻ പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തരും ചോദിച്ചു നോക്കാം. എത്ര ചോദിച്ചാലും അള്ളാഹുവിൻ്റെ ദർബാറിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു തുള്ളി പോലും അത് കുറക്കുന്നില്ല. അള്ളാഹു ഉദാഹരണം പറഞ്ഞത് കടലിൽ ഒരു സൂചി ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അതിനുണ്ടാവും ഒരു ചെറിയ തുള്ളി, അത്ര പോലും അള്ളാഹുവിൻ്റെ ഇതിൽ നിന്ന് കുറയുന്നില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറയുന്നില്ല. എന്നാൽ ലോകത്തെ എല്ലാ ജനങ്ങളും അവനവർക്ക് ആവശ്യമുള്ള എല്ലാം ചോദിച്ചാലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറയില്ല. കാരണം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തെ എല്ലാ ജനങ്ങളും
അവനക്ക് ആവശ്യമുള്ള ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ചോദിച്ചു. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുമിച്ച് കൂട്ടി നിൽക്കുക. ആ ഒരുമിച്ച് കൂട്ടിയത് മുഴുവൻ സ്വർഗത്തിലെ ഏറ്റവും മിനിമം സൗകര്യത്തിന് താഴെയായിരിക്കും. കാരണം ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയത് സ്വർഗത്തിലെ ഒരു മിനിമം സൗകര്യത്തിൻ്റെ താഴെയായിരിക്കും വരിക എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖജനാവ് അത്രയും വിശാലമാണ്, എത്ര ചോദിച്ചാലും കിട്ടും എന്നർത്ഥം. യാ ഇബാദി, വീണ്ടും അള്ളാഹു പറയുന്നു, ഇന്നമാ ഈ അഅമാലുക്കും ഉഹ്സിഹാലുക്കും സുമ്മ ഊഫിയക്കും ഇയ്യാഹ. നിങ്ങളുടെ അമലുകളാണ് ഇതൊക്കെ. അള്ളാഹുവിനൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ നന്മ ചെയ്താലും തെറ്റ് ചെയ്താലും അള്ളാഹുവിനൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളെ നന്മക്കും നിങ്ങളെ കൂലിക്കും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞത്. അള്ളാഹു പറയണം, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമാക്കി നിർണയിച്ചു വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് കൂലിയും നൽകും ആഖിറത്തേക്ക് എത്തിയാൽ. അതാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്, ഒരിക്കലും അക്രമം ചെയ്യൂല. നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും കൃത്യമായി കൂലിയും, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ശിക്ഷയും അള്ളാഹു എന്തെയും നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഖൈർ ചെയ്യുകയാണെങ്കിൽ ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മിദില്ലാഹ. ഒരാൾക്ക് ഒരു ഖൈർ ചെയ്യാൻ അവസരം കിട്ടിയാൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കട്ടെ. ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, ഒരാൾക്ക് വല്ല നന്മകളും ചെയ്തു കൊടുത്തു, അൽഹംദുലില്ലാ ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ്. ഇനി അഥവാ ഒരാൾ എന്ത് ചെയ്തു, തെറ്റ് ചെയ്തു എന്നൊക്കെ, അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തെ തന്നെ പഴിച്ചാൽ മതി. അവൻ വജദ ഗൈറ ദാലിക, നന്മയല്ലാത്ത തിന്മയാണ് അവൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനവൻ്റെ ശരീരത്തെ തന്നെ ആക്ഷേപിച്ചാൽ മതി. എന്നെ ആക്ഷേപിക്കണ്ട. കാരണം അള്ളാഹു പറയുകയാണെങ്കിൽ കൃത്യമായും ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് ചെയ്തത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവൻ തന്നെയാണ്, അവൻ്റെ ശരീരത്തിൽ തന്നെ അവൻ ആക്ഷേപിക്കട്ടെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അത് കൃത്യമായിട്ടും അത് നിർണ്ണയിക്കപ്പെടുന്നതും അതിൻ്റെ കൂലിയും ശിക്ഷയൊക്കെ ഉണ്ടാവും. അപ്പോൾ കൃത്യമായും അതിൻ്റെ കൂലി കിട്ടുന്നതാണ്, ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. ചില ശിക്ഷ അള്ളാഹു എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ പുറത്തു തന്നാൽ അൽഹംദുലില്ലാ എന്ന് മാത്രം. അപ്പോൾ 24-ാമത്തെ ഹദീസ് കഴിഞ്ഞു. ഇനി 25-ാമത്തെ ഹദീസാണ് പറയാൻ പോകുന്നത്. അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നനാസ് മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ സ്വഹാബികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, പൈസക്കാരൊക്കെ എന്തിനത് ധാരാളം കൂലി കൊണ്ടുപോയല്ലോ. പൈസ ഉള്ളോലേ, പൈസക്കാരൊക്കെ ധാരാളം കൂലി കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്? യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു വയതസദ്ദഖൂന ബിഫുദൂരി അംവാലിഹിം. നമ്മൾ നിസ്കരിക്കുന്ന പോലെ തന്നെ ഓല് നിസ്കരിക്കുന്നുണ്ട്. പള്ളിക്ക് വരുമ്പോൾ നമ്മളുണ്ടാവും, ഓലുണ്ടാവും. നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, ഓല് നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ അവരെന്താവുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിലോ സ്വതക്ക ചെയ്യാനുള്ള പൈസ ഇല്ല. പൈസക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്, സ്വതക്ക ചെയ്തിട്ട് കുറേ കൂലി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെന്താവണില്ല, ഈ കൂലി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു, അവരുടെ മറുപടി പറഞ്ഞു, കാല അവരെ അത് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, നിങ്ങൾക്കും സ്വതക്ക ചെയ്യാനുള്ള, പൈസ ഇല്ലാത്തവർക്കും സ്വതക്ക ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടില്ലയോ? അപ്പോൾ പൈസക്കാർക്ക് മാത്രമല്ല സ്വതക്ക ചെയ്യാം, പൈസ ഇല്ലാത്തവർക്കും സ്വതക്ക ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടില്ലയോ? എന്താണെന്ന് നബി തങ്ങൾ പറയാണ്, ഇന്ന ബി കുല്ലി തസ്ബീഹത്തിന് സ്വതക്ക, എല്ലാ സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലുന്നതിന് സ്വതക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നതിന് സ്വതക്കക്ക് സമാനമാണ്, സ്വതക്ക കൊടുക്കുന്നതിന് സമാനമാണ്. അപ്പോൾ കുല്ലി തക്ബീറത്തിന് സ്വതക്ക, എല്ലാ തക്ബീറിനും അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനും സ്വതക്കയുണ്ട്. അപ്പോൾ കുല്ലി തഹ്മീദത്തിന് സ്വതക്ക, എല്ലാ ഹംദ് പറയുന്നതിനും അൽഹംദുലില്ലാഹ് പറയുന്നതിനും സ്വതക്കയുണ്ട് എന്നാണ്. എന്നാൽ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്വതക്ക കൊടുത്ത കൂലി ഉണ്ടാവും. അപ്പോൾ പൈസ ഇല്ലാത്തവർക്കും സ്വതക്ക കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഏതാ? നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ. വകുല്ലി തഹ്ലീലത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതക്കയുണ്ട്. വഅംരി ബിൽ മഅറൂഫി സ്വതക്ക വനഹ്യി അനിൽ മുൻകരി സ്വതക്ക, നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും ഒക്കെ സ്വതക്കയാണ്. നമ്മൾ ഒരാളുടെ നീ ഒരു നന്മ അത് ചെയ്തോ എന്ന് പറയാം, അല്ലെങ്കിൽ തിന്മ കാണുമ്പോൾ അത് പ്രതിരോധം ചെയ്യാൻ പാടില്ല എന്ന് പറയാം. സ്വതക്കയാണത്. പൈസ ഇല്ലാത്ത ആളുകൾക്കും സ്വതക്ക ചെയ്യാനുള്ള അവസരമാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, വഫീ ബുദി അഹദിക്കും സ്വതക്ക, ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെടുന്നത് പോലും സ്വതക്കയാവുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏത് പൈസ ഇല്ലാത്തവർക്കും ചെയ്യാം. അപ്പം അതുകൊണ്ട് സ്വതക്ക ചെയ്യാനുള്ള അവസരം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ ആരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുക, ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്, ഭാര്യയുമായി ബന്ധപ്പെടാന്ന് പറഞ്ഞാൽ അയാൾ തൻ്റെ വികാരത്തെ ശമിപ്പിക്കുകയാണല്ലോ. കാരണം ഒരാൾക്ക് മാനസികമായി ഉണ്ടാകുന്ന ഒരു വികാരം, ലൈംഗികമായ വികാരം, ആ വികാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത്. അതിനും അല്ലാഹു കൂലി കൊടുക്കുമോ എന്ന് ചോദിച്ചു സ്വഹാബികൾ.
ആശ്ചര്യത്തോടെ ചോദിക്കണം. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഇത് മുസ്ലിം മാത്രമല്ല, പല എന്ത് ചെയ്യുന്നത് ഹിന്ദുക്കളും അല്ലെങ്കിൽ പല മതക്കാരും എന്ത് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ചേരുക എന്നുള്ളത്. അതിനും അള്ളാഹു കൂലി നൽകുകയോ എന്ന് നബിതങ്ങളോട് സ്വഹാബികൾ ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, കാല അറഅയ്തും ലൗ വദഅഹാ ഫി ഹറാമിൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ അത് ഒരു ഹറാമിലാണ് അത് ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അക്കാന അലൈഹി വിസ്റുൻ, കുറ്റം കിട്ടുമോ? ഈ എന്ത് ചെയ്യാം, ലൈംഗിക വികാരം അല്ലെങ്കിൽ ഒരു ശാരീരിക വികാരം ഒരാൾ ശമിപ്പിക്കുന്നത് ഹറാമിലാണ്. എന്നാൽ വിവാഹത്തോടെയുള്ള അല്ലാത്ത എന്തിനത് ആളുകളുമായി ബന്ധപ്പെട്ടാൽ ഹറാമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ അവനക്ക് കുറ്റം കിട്ടുമോ? എങ്കിലോ അവനക്ക് ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ ചെയ്താൽ കൂലിയും കൊടുക്കണമല്ലോ. ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിലല്ലാതെ അവൻ ഈ ലൈംഗിക വികാരം ശമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിന് കുറ്റം കിട്ടുന്നുണ്ടെങ്കിൽ, ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിലാണെങ്കിൽ കൂലിയുണ്ടാകും. ഫകദാലിക അള്ളാഹു നബിതങ്ങൾ പറയണം അപ്രകാരം തന്നെ ഇദാ വദഅഹാ ഫിൽ ഹലാലി, ഹലാലിൽ ഓൻ വെച്ചാൽ കാന ലഹു അജ്റുൻ, കൂലി ഉണ്ടാവും എന്ന്. അപ്പം ഹറാമായ ഒരു കാര്യത്തിൽ ഓനത് ചെലവഴിച്ചാൽ കുറ്റം കിട്ടുന്നത് പോലെ തന്നെ ഹലാലായ രീതിയിൽ അത് ചെലവഴിച്ചാൽ, അത് അവൻ ആ വികാരത്തെ ശമിപ്പിച്ചാൽ അള്ളാഹു അവനക്ക് കൂലിയും നൽകും എന്നാണ്. എന്ന് പറഞ്ഞാൽ അതും സ്വതക്കയാവുന്നു എന്ന്. അപ്പോൾ പൈസക്കാർക്ക് സ്വതക്ക ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി വന്ന സഹാബികളോട് നബിതങ്ങൾ പറഞ്ഞെന്താ, പൈസ ഇല്ലാത്തവർക്കും സ്വതക്ക ചെയ്യുന്ന അവസരമുണ്ട്. തസ്ബീഹ് ചൊല്ലലോടുകൂടെ, തക്ബീറും തഹ്മീദും ചൊല്ലലോടുകൂടെ, തഹ്ലീൽ ചൊല്ലലോടുകൂടെ, എന്തിനേറെ ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ പോലും സ്വതക്കയാകുന്നു എന്ന് പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അടുത്ത 26-ാമത്തെ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ന് ഞങ്ങൾ പറയാം, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സ്വതഖത്തുൻ, മനുഷ്യൻ്റെ എല്ലാ കെണുപ്പും, സുലാമ എന്ന് പറഞ്ഞാൽ കെണുപ്പുകൾ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒരു കെണുപ്പുണ്ട് അല്ലേ, ഇവിടെ മുട്ടിൻ്റെ അവിടെ ഒരു കെണുപ്പുണ്ട്, വിരലുകൾക്ക് കെണുപ്പുകൾ, ഓരോ കെണുപ്പുകളും ശാസ്ത്രം എന്ത് ചെയ്യും കണ്ടെത്തിയിട്ടുണ്ട്. എത്രയോ കെണുപ്പുകൾ മനുഷ്യൻ്റെ ഓരോ എന്തിനത് അവയവത്തെ വെച്ച് നോക്കിയാൽ കുറേ കെണുപ്പുകൾ ഉണ്ടാകും. അത്തരം എന്തിനത് കെണുപ്പുകൾ, ഓരോ കെണുപ്പുകൾക്കും അവൻ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. കുല്ലു സുലാമ മിനന്നാസി, ജനങ്ങളിൽ നിന്നുള്ള ഓരോ കെണുപ്പുകളും അലൈഹി സ്വതക്കത്തുൻ, അതിന് മേലോ സ്വതക്ക നൽകണം. കുല്ലയോമിൻ തത്ലൂഫി ശംസു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും, അങ്ങനെ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും എന്നാണ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും പറഞ്ഞാൽ എല്ലാ ദിവസവും. അപ്പോൾ എത്ര കെണുപ്പുകളുണ്ടോ ആ കെണുപ്പുകളുടെ കണക്കനുസരിച്ച് എല്ലാ ദിവസവും അവൻ സ്വതക്ക കൊടുക്കണം ശരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്വതക്ക കൊടുക്കുക? ഓരോ ദിവസത്തിനും ഓരോ രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്നത്, ഒരു 100 എന്ത് ചെയ്യാം കെണുപ്പുകളിൽ 100 രൂപ കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ ഓരോ ദിവസം 100 രൂപ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും 1,00,000 രൂപയ്ക്ക് എന്ത് ചെയ്യും സ്വതക്ക കൊടുക്കേണ്ടി വരും ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അവൻക്ക് സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ട്. നബി തങ്ങൾ പറയുന്നു, തഅദിലു ബൈന ഇസ്നൈനി സ്വതക്ക, രണ്ടാളുകളടിയിൽ നീ ഒരു നീതി കാണിച്ചാൽ അത് സ്വതക്കയാണ്. നിനക്കൊരു സാധനം തന്നു, രണ്ടാൾക്ക് കൊടുക്കാൻ, നീ അത് രണ്ടും കൃത്യമായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ രണ്ടാളുകൾ പ്രശ്നം ഉണ്ടായിരുന്നു, നീയൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. അപ്പോൾ രണ്ടാളുകളുടെയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ നീ നീതി പുലർത്തിയാൽ അവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് നീ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി തുല്യമായി വിധിച്ചു കൊടുത്താൽ സ്വതക്കയാകുന്നു. അത് അപ്പോൾ തുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹ, ഒരാൾ തൻ്റെ വാഹനത്തിന് വേണ്ടി സഹായിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ, ചിലപ്പോൾ ഒരു പ്രായമുള്ള ഒരാളെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം കഴിയാത്ത ഒരാളെ നീ സഹായിക്കണം അവൻ്റെ വാഹനത്തിന് മേൽ, ഒന്നുകിൽ ആ വാഹനം കയറാൻ വേണ്ടി സഹായിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു ആ വാഹനത്തിന് കയറി ഓൻ്റെ സാധനങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത് എടുത്തേക്കാൻ ഒരു ചാക്കൊക്കെ ഉണ്ട്, ഓനക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ എടുത്തേക്കാൻ കഴിയില്ല, നീ സഹായിച്ചു ആ വണ്ടി എടുത്തേക്കാൻ, അങ്ങനെയൊക്കെ സഹായിച്ചാൽ ഫതഹ്മിലു അലൈഹ ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു, ഓൻ്റെ എന്തെങ്കിലും ചരക്കുകൾ എന്തെങ്കിലും സമ്പത്ത് ഇതുണ്ടെങ്കിലോ ഓൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ എന്ത് വണ്ടിക്ക് എടുത്ത് വെച്ച് കൊടുത്തു, സ്വതക്കത്തുണ്ട്, അത് സ്വതക്കയായിട്ട് പരിഗണിക്കും. വലിയ കെലിമത്ത് ത്വയ്യിബത്ത് സ്വതക്ക, ഇങ്ങനെയൊന്നും വേണ്ട, ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലേ. വലിയ കെലിമത്ത് ത്വയ്യിബത്ത് സ്വതക്ക, ഒരാൾ കാണുമ്പോൾ എന്തൊക്കെയുണ്ട് റാഹത്തല്ലേ, സുഖല്ലേ, നല്ലൊരു വർത്തമാനം പറയുന്നതൊക്കെ അയാളുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടുന്നപ്പോൾ മാഷാ അല്ലാ നല്ല ഡ്രസ്സ് ഉഷാറാണ്, അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യും പാട്ടുകാർ ഒരു പാട്ട് പാട്ട് ഉഷാറായിക്കണം മതി. വലിയ കെലിമത്ത് ത്വയ്യിബ, ഒരാൾക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വതക്കയാകുന്നു. വബികുല്ലി ഖത്വത്തിൻ തംശീഹ ഇല സ്വലാത്തി സ്വതക്ക, നിസ്കാരത്തിലേക്ക് നീ നടന്നു പോകുന്ന ഓരോ ചവിട്ടടിയും സ്വതക്കയാണ്. അപ്പോൾ 100 കെടുപ്പുകളുണ്ട്, ഓരോരുത്തരും സ്വതക്ക എടുക്കണം. 100 ചവിട്ടടി എന്നാൽ 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു പള്ളിയിലേക്കാണ് നീ നടന്നു പോകുന്നതുണ്ടെങ്കിൽ ആ 100 മീറ്റർ നടക്കുന്നതിനും നിനക്ക് ഓരോ സ്വതക്ക നിൽക്കും. അപ്പോൾ തുമീത്തുല്ലാതാനി തൊലിക്ക് സ്വതക്ക, വഴിയിൽ വെച്ച് എന്താണ് നീ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് വഴിയിൽ നടന്നു പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ മുള്ളോ അങ്ങനെ എന്തെങ്കിലും നിലത്തിയാടി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മട്ടലൊക്കെ നിലത്തിയാടി കിടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നടന്നു പോകുന്ന വഴിയിലാവട്ടെ, റോഡിൽ കാറിലൊക്കെ സഞ്ചരിക്കുന്ന റോഡിലൊക്കെ എന്ത് ചെയ്യുക ആവുന്ന, അപ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ റോഡിൽ തേങ്ങ ചാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്ലുണ്ടാവും, അല്ലെങ്കിൽ മട്ടൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിലത്തുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം, കാരണം ശേഷം വരുന്ന ആരെങ്കിലും ഇപ്പോൾ ആക്സിഡൻ്റ് ആയി വീഴാനൊക്കെ അതിന് തട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്വതക്കാണ്
പോട്ടെ ഒന്നും വേണ്ട, നമ്മൾ നടന്നു വേണ്ടിയിലാണ് നിൽക്കുക, റോഡിന് സെൻറ്ററിലാണ് ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ കണ്ട് നിൽക്കുക, കാലുകൊണ്ടൊക്കെ നീക്കിയാൽ മതി, ജസ്റ്റ് കാലുകൊണ്ടൊക്കെ തട്ടിയിട്ട് സൈഡിൽ ആക്കി കൊടുത്താൽ സ്വതക്കനെ. അപ്പോൾ ഒരു വഴിയെന്ന് വെച്ച് ഒരു സാധനം പ്രയാസപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും നീക്കി കൊടുക്കൽ പോലും എന്താണ് സുതക്കയാവുന്നു എന്ന്. അപ്പോൾ അള്ളാഹു ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ ഗണുപ്പുകൾക്കും നിങ്ങൾ സ്വതക്ക കൊടുക്കൽ നിർബന്ധമാണ് ശരിക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഗണുപ്പുകൾക്കും സ്വതക്ക കൊടുക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ സഹായിക്കുക അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ സ്വതക്കയുടെ കൂലി ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി അള്ളാഹു നൽകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗണുപ്പുകൾക്ക് കൊടുക്കേണ്ട ആ സ്വതക്കയുടെ ബാധ്യത നിങ്ങൾ നിറവേറ്റിയിരിക്കുന്നു എന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.